ഹായ് കുഞ്ഞുങ്ങളെ, ഒരു പുതിയ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്കടുത്ത് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ കഥ പറയുന്നതിന് മുൻപായി ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിക്കാം. ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. ആരൊക്കെ കാണാം? ആനയെ കാണാം, ഒരു ചേട്ടനെ കാണാം, തയ്യൽക്കട കാണാം, തയ്യൽ മെഷീൻ കാണാം. ഇത്രയും ശ്രദ്ധിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് കഥയാണെന്ന് മനസ്സിലായി കാണുമല്ലോ കൂട്ടുകാരെ. ഇനിയും മനസ്സിലാകാത്ത കുഞ്ഞുങ്ങളുണ്ടോ? എങ്കിൽ ഈ കഥ ഞാൻ പറഞ്ഞു തരാം. ആനയും തയ്യൽക്കാരനും. ഒരു ഗ്രാമത്തിൽ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. തയ്യൽക്കാരൻ്റെ കടയുടെ മുന്നിലൂടെ ഒരു ആന കുളിക്കാനായി അടുത്തുള്ള പുഴയിലേക്ക് പോകും. ആന കുളി കഴിഞ്ഞ് വരുമ്പോൾ തയ്യൽക്കാരൻ പഴവുമായി ആനയെ കാത്തു നിൽക്കുന്നുണ്ടാവും. ആനയ്ക്ക് പഴം കൊടുക്കും. തയ്യൽക്കാരൻ ചേട്ടൻ എന്നും ആനയ്ക്ക് പഴം കൊടുക്കുന്നത് പതിവായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആന കുളി കഴിഞ്ഞ് വന്നപ്പോൾ തയ്യൽക്കാരൻ ചേട്ടൻ്റെ കയ്യിൽ പഴമില്ലായിരുന്നു. എന്ത് ചെയ്യുമെന്ന് തയ്യൽക്കാരൻ ഓർത്തു. അയാളൊരു കുസൃതി ഒപ്പിച്ചു. പഴത്തിന് വേണ്ടി നോക്കി നിന്ന ആനയുടെ തുമ്പിക്കൈയിലേക്ക് സൂചി വെച്ചൊരു കുത്തു കൊടുത്തു. പാവം ആന വേദനിച്ച് കരഞ്ഞു. ആന തിരികെ പോയി. അടുത്ത ദിവസം രാവിലെ കുളി കഴിഞ്ഞു വരുന്ന ആന എന്ത് ചെയ്തെന്നറിയാമോ? പുഴയിൽ നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിച്ചു. എന്നിട്ടോ തയ്യൽക്കാരൻ ചേട്ടൻ്റെ കടയിലെത്തിയപ്പോൾ തുമ്പിക്കൈയിലെ വെള്ളം മുഴുവൻ കടയിലേക്ക് ചീറ്റിച്ചു. തയ്യൽക്കാരൻ ചേട്ടൻ്റെ കടയിലെ തുണികളെല്ലാം നനഞ്ഞുപോയി. തയ്യൽക്കാരനും നനഞ്ഞുപോയി. തയ്യൽക്കാരന് തൻ്റെ തെറ്റ് മനസ്സിലായി. താൻ തലേ ദിവസം കാണിച്ചത് വളരെ വലിയ ഒരു തെറ്റായിരുന്നു. മിണ്ടാപ്രാണികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഈ കഥ? എങ്കിൽ ശരി, അടുത്തൊരു കഥയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.